ഞാൻ ഗിരീഷാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാലക്കുടി KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി ശബരിമല തീർത്ഥാടന യാത്രയുടെ ഭാഗമായി നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള കുളത്തൂപ്പുഴ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്ക് യാത്ര ആവുകയാണ്. ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. ആര്യങ്കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത 744 തമിഴ്നാടിൻ്റെ അതിർത്തിയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ഏകദേശം 71 കിലോമീറ്ററും പുനലൂരിൽ നിന്ന് ഏകദേശം 31 കിലോമീറ്ററും തെങ്കാശിയിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കുളത്തൂപ്പുഴയിൽ നിന്ന് ആര്യങ്കാവിലേക്ക് 25 കിലോമീറ്ററിൻ്റെ ദൂരം, ഏകദേശം 30 മിനിറ്റ് യാത്ര ചെയ്ത് നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. ആര്യങ്കാവ് എന്നാൽ ശ്രേഷ്ഠനായ യുവാവിൻ്റെ കാവെന്നാണ് അർത്ഥം. ഇവിടെ യുവാവായ ശാസ്താവിൻ്റെ സാന്നിധ്യമാണുള്ളത്. കുളത്തൂപ്പുഴയിൽ ബാലകനായ ശാസ്താവാണെങ്കിൽ ആര്യങ്കാവിൽ യുവാവായ ശാസ്താവാണുള്ളത്. പുഷ്കല സമേതനായ സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. 1000 കാവുകളുടെ അധിപനാണ് ആര്യങ്കാവലപ്പൻ എന്ന വിശ്വാസം ഉള്ളപ്പോൾ ആ സങ്കല്പത്തെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രഭൂമിയിൽ നിൽക്കുന്നത്. ഈ ക്ഷേത്രം 35 അടി താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പടവുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു മൂർത്തിഭാവമായ കറുപ്പുസ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ കറുപ്പായി അമ്മയുടെയും പ്രതിഷ്ഠകൾ കാണാൻ സാധിക്കും. ഇത് അയ്യപ്പൻ്റെ അംഗരക്ഷകരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞാൻ നിൽക്കുന്ന ആര്യങ്കാവ് ക്ഷേത്രത്തിലാട്ടോ. അതായത് നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആര്യങ്കാവ് ക്ഷേത്രം. ചാലക്കുടി KSRTCയുടെ അയ്യപ്പ തീർത്ഥയാത്രയിൽ രണ്ടാമത്തെ ഇതാണ് ആര്യങ്കാവ് ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിക്കപ്പെട്ട 5 ദുർഗാക്ഷേത്രങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് ആര്യങ്കാവ് എന്നറിയപ്പെടുന്നത്. ശാസ്താവ് യൗവനസ്ഥനായി നിൽക്കുന്ന ക്ഷേത്രമാണ് ആര്യങ്കാവ് എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന തൃക്കല്യാണ മണ്ഡപമാണ് എൻ്റെ പുറകെ. ഇത് തമിഴ്നാട് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പുരാതനമായ ശാസ്താ ക്ഷേത്രങ്ങൾ ഒന്നാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഒന്നാണിത്. കേരളത്തിലെ കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ സമീപത്തായി 35 അടി താഴ്ചയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 108 ശാസ്താ ക്ഷേത്രങ്ങൾ ഒന്നാണ് ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രം. കൗമാര രൂപത്തിലുള്ള ശാസ്താവാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന മൂർത്തി. പ്രതിഷ്ഠയുടെ ദർശനം കിഴക്കേ ഭാഗത്തേക്കാണ്. ക്ഷേത്രത്തിനടുത്തായി കല്ലടയാർ ഒഴുകുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് കയറുന്ന പടികൾക്ക് ഇടതുവശത്തായി കറുപ്പുസ്വാമിയുടെയും കറുപ്പായി അമ്മയുടെയും പ്രതിഷ്ഠകൾ കാണാൻ കഴിയും. ക്ഷേത്രത്തിൽ തൃക്കല്യാണ മണ്ഡപം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനെ പോലെ 10നും 50നും വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല.
ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ആനകളെ വിരട്ടി ഓടിച്ചിരുന്ന ക്ഷേത്രമായതുകൊണ്ട് എല്ലാ ഉത്സവത്തിനും ഗജവീരൻ്റെ പുറത്ത് ശാസ്താവ് എഴുന്നള്ളിയിരുന്നില്ല. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണത്. നമ്മൾ ഈ ക്ഷേത്രഭൂമിയിലെത്തിയാൽ നമ്മൾ ആദ്യം പറയേണ്ടത് ആര്യങ്കാവിൽ ഈ ആറിൻ്റെ കാഴ്ചകളാണ്. അതായത് കല്ലടയാറാണ്. ഈ ആറിൻ്റെ തീരത്ത് പരന്ന് പന്തലിച്ച് നിൽക്കുന്ന കൂവളത്തെപ്പറ്റി. കൂവളത്തിന് താഴെ ഒരു ഗണപതി ഭാവമുണ്ട്. ഗജരൂപങ്ങളെ ആരാധിച്ചിരുന്ന വനമായതുകൊണ്ട് ആനയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ എല്ലാ വനവാസികളും പ്രാർത്ഥിച്ചിരുന്ന ശാസ്താവിനെയാണ്. ഗജരൂപത്തിനിവിടെ വളരെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം പിന്നീട് ഈ ക്ഷേത്രം തീ പിടിച്ചപ്പോൾ 108 പിളർന്നു പോയി. ആ കഷ്ണമെല്ലാം ചേർത്ത് ഒരു പെട്ടിയിലാക്കി ഇന്ന് ഇവിടെ ആരാധിക്കുന്നു. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ഇണ്ടളേപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിന് നേരെ പുറകിലാണ് ഈ ഇണ്ടളേപ്പൻ ശ്രീകോവിൽ. വെയിലും കാറ്റും മഴയും പ്രകൃതിയുടെ എല്ലാ ഉപചാരങ്ങളും ഏറ്റി നിൽക്കുന്ന ഇണ്ടളേപ്പൻ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന മൂർത്തിയാണ് ഇണ്ടളേപ്പൻ. ഇണ്ടളേപ്പൻ്റെ 2 ഭാവങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ഈ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ ഇവിടെ മാമ്പഴത്തറ ഭഗവതി ഭഗവാന്റെ വധുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ തൃക്കല്യാണ മണ്ഡപം ഉണ്ടാക്കിയിട്ടില്ല. തമിഴ്നാടിൻ്റെ പൂർണ്ണ സ്വാധീനത്തോടു കൂടിയാണ് ഈ തൃക്കല്യാണ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തൃക്കല്യാണ മണ്ഡപത്തിൽ ഭഗവാന്റെ കല്യാണം എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. ഈ ആര്യങ്കാവ് ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ആറാണ്, കല്ലടയാറ്. ഈ കല്ലടയാറിൻ്റെ തീരത്തോട് ചേർന്ന് തന്നെ ഒരു കൂവളം, പിന്നെ അതിന് താഴെയായിട്ട് ഗണപതിയുടെ ഭാവങ്ങളും ഗജരൂപ ഭാവങ്ങളും, ഇണ്ടളയപ്പൻ്റെ പ്രതിഷ്ഠ, മാമ്പഴത്തറ ഭഗവതി, തൃക്കല്യാണ മണ്ഡപം, കറുപ്പുസ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ കറുപ്പായമ്മയുടെയും പ്രതിഷ്ഠകൾ, പിന്നെ ജമീന്ദാരുടെ വിഗ്രഹം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ആര്യങ്കാവ് ക്ഷേത്രത്തിന്.